മലബാറിലെ ട്രെയിൻ യാത്രാ ദുരിതത്തിന് പരിഹാരമാകുന്നു. യശ്വന്ത്പൂർ ബംഗളൂരു കണ്ണൂർ എക്സ്പ്രസ് കോഴിക്കോട് വരെ നീട്ടി ഉത്തരവിറങ്ങി. ബംഗളൂരു ഗോവ വന്ദേ ഭാരത് ട്രെയിൻ കോഴിക്കോട്ടേക്ക് നീട്ടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായി എം കെ രാഘവൻ MP അറിയിച്ചു. 2 വർഷത്തിലേറെയായി ബാംഗ്ലൂർ യശ്വന്തപുരം കണ്ണൂർ ട്രെയിൻ കോഴിക്കോടേക്ക് അതിൻ്റെ എക്സ്റ്റൻഷന് വേണ്ടി ശ്രമിക്കുകയായിരുന്നു. എക്സ്റ്റൻഷനായിക്കൊണ്ട് ഓർഡർ വന്നു കഴിഞ്ഞിരിക്കുന്നു. 16511 ബാംഗ്ലൂർ കോഴിക്കോട് എക്സ്പ്രസ് എന്നാണ് അതിൻ്റെ പേര്. ഇപ്പോൾ അത് രാത്രി 11:35 ബാംഗ്ലൂരിൽ നിന്ന് ആരംഭിച്ചാൽ പുറപ്പെട്ടാൽ പിറ്റേ ദിവസം 12:40 കോഴിക്കോട് എത്തുന്നു. മംഗലാപുരം ഗോവ വന്ദേ ഭാരത് ട്രെയിൻ, ആ ട്രെയിൻ കോഴിക്കോട്ടേക്ക് എക്സ്റ്റൻഷന് വേണ്ടി ഒരു ശ്രമം ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. കാരണം ഇപ്പോൾ മംഗലാപുരം ഗോവ ട്രെയിനെ സംബന്ധിച്ചുള്ള പ്രശ്നം അതിൻ്റെ റവന്യൂ കുറവാണ് എന്നൊരു ഇത് ഉയർന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കോഴിക്കോട്ടേക്ക് നീട്ടുന്നതിനെ സംബന്ധിച്ച് ചർച്ചകൾ നടക്കുകയാണ്. സാനിയോ മനോമി നൽകും വിവരങ്ങൾ. സാനിയോ, ഇപ്പോൾ യശ്വന്ത്പൂർ എക്സ്പ്രസ് കോഴിക്കോട് നീട്ടുന്നത് ആശ്വാസകരം തന്നെ. പക്ഷേ ഇതോടെ മലബാറിലെ ട്രെയിൻ യാത്രാ ദുരിതത്തിനൊരു പരിഹാരമാവുന്നു എന്ന് പറയാൻ സാധിക്കുമോ? എന്താണ് MP പറയുന്നത് ഇക്കാര്യത്തിൽ? മലബാറിലെ ട്രെയിൻ യാത്രാ ദുരിതത്തിന് ആശ്വാസകരമായ ഒരു വാർത്തയാണ് കണ്ണൂർ യശ്വന്ത്പൂർ കോഴിക്കോടേക്ക് നീട്ടി ഉത്തരവിറങ്ങിയിട്ടുണ്ട്. 2 വർഷത്തിലേറെയായി അതിനുള്ള ശ്രമങ്ങൾ നടക്കുകയായിരുന്നു എന്നാണ് MP പറയുന്നത്. പക്ഷേ ഈ ഒരു ട്രെയിൻ കൊണ്ട് മാത്രം യാത്രാ ദുരിതം പരിഹരിക്കാൻ കഴിയുമെന്ന് നമ്മൾ കരുതുന്നില്ല. ഈ ട്രെയിൻ കോഴിക്കോടേക്ക് നീട്ടരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മംഗളൂരു MP നേതൃത്വത്തിൽ ചിലർ റെയിൽവേ മന്ത്രിയെ കണ്ടിരുന്നതായി MP പറയുന്നുണ്ട്. മംഗളൂരു ഗോവ വന്ദേ ഭാരത് ട്രെയിനും കോഴിക്കോടേക്ക് നീട്ടണം എന്നുള്ള ആവശ്യമാണ് കോഴിക്കോടിന് മുന്നോട്ട് വയ്ക്കാനുള്ളത്. അതിനായുള്ള ശ്രമങ്ങൾ തുടങ്ങിയതായും MP പറഞ്ഞു. അതുവഴി വന്ദേ ഭാരതിന്റെ വരുമാനക്കുറവ് പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. കൂടുതൽ മെമു സർവീസും അധിക കോച്ചുകളും കോഴിക്കോടേക്ക് വേണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശരി, സാനിയോ ആണ് വിവരങ്ങൾ നൽകിയത്.